പുരുഷന്മാർ തങ്ങൾ ആകർഷിക്കപ്പെടുന്ന സ്ത്രീയെ സ്നേഹിക്കാൻ പഠിക്കുന്നു. സ്ത്രീകൾ തങ്ങൾ പ്രണയത്തിലാകുന്ന പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ വുഡി അലൻ്റെ വാക്കുകളാണ്. വിപരീത സ്വഭാവക്കാർ ആകർഷിക്കപ്പെടുന്നു, അല്ലേ? അതുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ലളിതമായി പറഞ്ഞാൽ അത് ജൈവശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കും മാനസിക ആവശ്യങ്ങൾക്കും അപ്പുറമാണ്. പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വിവിധ കാരണങ്ങളാലാണ്. ആകർഷണം എന്നത് സങ്കീർണമായൊരു പ്രതിഭാസമാണ്. വ്യക്തികൾ തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കും. ചില ആളുകൾ തങ്ങളുമായി സാമ്യമുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ വ്യത്യസ്തരായിരിക്കുന്നവരിലേക്കോ പരസ്പര പൂരക സ്വഭാവമുള്ളവരിലേക്കോ ആകർഷിക്കപ്പെട്ടേക്കാം. പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായൊരു വിശദീകരണമില്ല. കാരണം ഓരോ വ്യക്തിക്കും അവരവരുടേതായ സവിശേഷമായ മുൻഗണനകളും അനുഭവങ്ങളും മറ്റുള്ളവരോടുള്ള ആകർഷണത്തെ രൂപപ്പെടുത്തുന്നു. ആത്യന്തികമായി ആകർഷണത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിഗതമാക്കപ്പെടുകയും ജീവശാസ്ത്രപരവും മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ പങ്കാളിയെ ആകർഷിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളാണ് ആകർഷകമായതെന്നും ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് നിങ്ങളെ ഏറ്റവും സന്തോഷവതിയാക്കുന്നതെന്നും പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും ആകർഷകമായ സ്വഭാവ വിശേഷങ്ങൾ ഏതൊക്കെയാണെന്നറിയാനും ആകർഷകമായ സ്വഭാവ വിശേഷങ്ങളുമായി നിങ്ങളെ തന്നെ പൊരുത്തപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുക. പുരുഷന്മാരുടെ വൈകാരിക ആകർഷണത്തിൻ്റെ കാര്യത്തിൽ വിവിധ ഘടകങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആത്മവിശ്വാസം, ബുദ്ധിശക്തി എന്നിവ മുതൽ ദയ, ആധികാരികത എന്നിവ വരെ ഈ പ്രേരകങ്ങൾ പര്യവേഷണം ചെയ്യുന്നത് ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള താക്കോലുകളിലേക്ക് വെളിച്ചം വീശുന്നു. നിങ്ങൾക്ക് എത്രമാത്രം ആകർഷണീയത തോന്നുന്നു എന്നത് നിങ്ങൾക്ക് ആകർഷകമായി തോന്നുന്നതിനെ നേരിട്ട് സ്വാധീനിക്കും. നിങ്ങളുടെ അതേ ആകർഷണ നിലവാരമുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ പങ്കാളിയിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തുക.